Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the differences between internal reconstruction and external reconstruction. Next topic, differences between internal reconstruction and amalgamation. Next, differences between internal reconstruction and absorption. Then what do you mean by subdivision of share? Then what do you mean by consolidation of share? Let's start. What are the differences between internal reconstruction and external reconstruction? First column represent internal reconstruction. Second column external reconstruction. First difference is that company is not liquidated. അപ്പോൾ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസിൽ ബിസിനസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. കമ്പനി ഈസ് നോട്ട് ലിക്വിഡേറ്റഡ്. ബട്ട് ഇൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ കമ്പനി ഈസ് ലിക്വിഡേറ്റഡ്. കമ്പനി എന്ത് ചെയ്യുന്നു, ലിക്വിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരിടത്ത് ലിക്വിഡേഷൻ ഇല്ല, ഒരിടത്ത് ലിക്വിഡേഷൻ ഉണ്ട്. ഓക്കെ, ദെൻ ദർ ഈസ് നോ ന്യൂ കമ്പനീസ് ഫോംഡ്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ കേസിൽ ന്യൂ കമ്പനി ഫോം ചെയ്യുന്നില്ല. എക്സിസ്റ്റ് കമ്പനി തന്നെ ഇൻറ്റേർണൽ റീ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട്, ഇൻറ്റേർണൽ കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ദർ ഇസ് നോ ന്യൂ കമ്പനി ഫോർമേഷൻ. ഓക്കെ, ബട്ട് ഇൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എ ന്യൂ കമ്പനി ഈസ് ഫോംഡ്. അവിടെ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. അങ്ങനെ ടു ഡിഫറൻസസ് ആണ് ഏതിനുള്ളത്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും തമ്മിലുള്ളത്. ഓക്കെ, then next topic, what are the differences between internal reconstruction and amalgamation? Internal reconstruction and amalgamation. Okay, first column represent internal reconstruction, second column amalgamation. First difference is that company is not liquidated in internal reconstruction. Company is not liquidated in internal reconstruction. Amalgamation, at least two companies are liquidated. അപ്പം internal reconstructionൽ കമ്പനി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലിക്വിഡേറ്റ് ചെയ്യുന്നില്ല. എന്നാൽ അമാൽഗമേഷൻ്റെ കേസിൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് കമ്പനി എന്ത് ചെയ്തിരിക്കണം, ലിക്വിഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ സെക്കൻഡ് ഡിഫറൻസ്, നോ ന്യൂ കമ്പനീസ് ഫോംഡ് ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. നോ ന്യൂ കമ്പനീസ് ഫോംഡ് ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അവിടെ ന്യൂ കമ്പനി ഫോർമേഷൻ എവിടെ ഇല്ല, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലില്ല. ബട്ട് ഇൻ അമാൽഗമേഷൻ ന്യൂ കമ്പനീസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ ബിസിനസ് ഓഫ് ദ അമാൽഗമേറ്റിംഗ് കമ്പനീസ്. അപ്പം എക്സിസ്റ്റിംഗ് കമ്പനീസ് ജോയിൻ ടുഗദർ ചെയ്തിട്ട് ഒരു ന്യൂ കമ്പനി ഫോം ചെയ്യുകയാണ് എവിടെ ചെയ്യുന്നത്, അമാൽഗമേഷൻ. അതുകൊണ്ട് തന്നെ ന്യൂ കമ്പനി ഫോർമേഷൻ എവിടെ ഉണ്ട്, അമാൽഗമേഷനിലുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി റീ ഓർഗനൈസേഷൻ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റീ ഓർഗനൈസേഷൻ ഓഫ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനിയാണ്. കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ റീ ഓർഗനൈസേഷൻ, റീകൺസ്ട്രക്ഷൻ നടത്തുകയാണ് എവിടെ ചെയ്യുന്നത്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ ചെയ്യുന്നത്. ബട്ട് ഇൻ അമാൽഗമേഷൻ ഇറ്റ് ഈസ് എ കേസ് ഓഫ് കോമ്പിനേഷൻ. അമാൽഗമേഷൻ എപ്പോഴും എന്താണ്, കേസ് ഓഫ് കോമ്പിനേഷൻ ആണ്. രണ്ടോ അതിലധികമോ കമ്പനീസ് ജോയിൻ ടുഗദർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു ന്യൂ കമ്പനി ഫോം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് കോമ്പിനേഷൻ എന്ന അമാൽഗമേഷനെ പറയുന്നത്. ഓക്കെ, അങ്ങനെ ത്രീ ഡിഫറൻസസ് ആണ് ഏതിനുള്ളത്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും അമാൽഗമേഷനും ഉള്ളത്. ഓക്കെ, then what are the differences between internal reconstruction and absorption? അബ്സോർപ്ഷനും ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഫസ്റ്റ് കോളം റെപ്രസെൻറ്റ് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ, സെക്കൻഡ് കോളം റെപ്രസെൻറ്റ് അബ്സോർപ്ഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കുക ഡിഫറൻസ് എന്താണ്, ദർ ഇസ് നോ ലിക്വിഡേഷൻ ഇൻ ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ. അബ്സോർപ്ഷൻ ദർ ഇസ് വൺ കമ്പനി ലിക്വിഡേറ്റ്. അബ്സോർപ്ഷൻ്റെ കേസിൽ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ലിക്വിഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അടുത്തത് ഇറ്റ് ഈസ് എ കേസ് ഓഫ് ആൾട്ടറേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, ഒന്നുകിൽ ക്യാപിറ്റലിനെ ഓൾട്ടറേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ റിഡക്ഷൻ നടത്തുന്നു. അബ്സോർപ്ഷൻ്റെ കേസ് ഇറ്റ് ഈസ് ദ കേസ് ഓഫ് കോമ്പിനേഷൻ. അബ്സോർപ്ഷൻ്റെ കേസ് അമാൽഗമേഷനെ പോലെ തന്നെ അതെന്താണ്, കേസ് ഓഫ് കോമ്പിനേഷനാണ്. അങ്ങനെ ടു ഡിഫറൻസസ് ആണ് ഏതൊക്കെ തമ്മിലുള്ളത്, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനും അതുപോലെ അബ്സോർപ്ഷനും തമ്മിലുള്ളത്. ഓക്കെ, ദെൻ what do you mean by subdivision of share? Subdivision of share. Okay, the conversion of shares of larger denomination into shares of smaller denomination is known as subdivision of share. Okay, അപ്പോൾ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയറിൻ്റെ വാല്യൂ സ്മാളർ ഡിനോമിനേഷനിലേക്ക് മാറുന്നു എങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക, സബ് ഡിവിഷൻ എന്ന് പറയുക. അതായത് ഫേസ് വാല്യൂ, ഇപ്പോൾ സപ്പോസ് 100 രൂപ വാല്യൂ ഉള്ള ഒരു ഷെയർ, ദാറ്റ് മീൻസ് ലാർജർ ഡിനോമിനേഷൻ, അതിനെന്ത് ചെയ്യുന്നു, 10 rupees വാല്യൂ ഉള്ള ഷെയറായിട്ട് കൺവേർട്ട് ചെയ്യുന്നുവെങ്കിൽ അപ്പം അതിനെ എന്തായിട്ട് മാറ്റുന്നു, 10 രൂപ വാല്യൂ ഉള്ള ഷെയറായിട്ട് മാറ്റുന്നു. അങ്ങനെ ലാർജർ ഡിനോമിനേഷനെ സ്മാളർ ഡിനോമിനേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക, സബ് ഡിവിഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുക. ദ കൺവേർഷൻ ഓഫ് ഷെയർസ് ഓഫ് ലാർജർ ഡിനോമിനേഷൻ ഇൻറ്റു ഷെയർസ് ഓഫ് സ്മാളർ ഡിനോമിനേഷൻ ഈസ് നോൺ ആസ് സബ് ഡിവിഷൻ ഓഫ് ഷെയർ.
In such a case, share capital remain intact. Share capital എന്ത് ചെയ്യും? remain constant ആണ്, intact ആണ്. But the number of shares increases accordingly. അപ്പം നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ഇപ്പം 1000 രൂപയുടെ ഷെയർ ആണ്, 100 ഷെയർ ആയിരുന്നു എങ്കിൽ 100 രൂപയുടെ ആണെങ്കിൽ 10 ഷെയർ ചേരുമ്പോൾ 1000 രൂപയാകും അല്ലേ? അപ്പം സപ്പോസ് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ 1000 രൂപയാണ്. 1000 രൂപയുടെ 100 രൂപയുടെ ഷെയർ ആയിരുന്നു എങ്കിൽ എത്ര ഷെയർ കാണും? 10 ഷെയറേ കാണത്തുള്ളൂ. ഇനി ആ 1000 രൂപ തന്നെ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 മാറുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർ എത്രയായിട്ട് മാറും? 100 ഷെയറായിട്ട് മാറും അല്ലേ? അതുപോലെ തന്നെയാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. For example, if a company with a share capital of rupees 1 lakh comprising 5000 shares of rupees 20 each. അപ്പോൾ 5000 ഷെയർ 20 രൂപ വെച്ച് 1 lakh റുപ്പീസാണ് ഷെയർ ക്യാപിറ്റൽ. സബ് ഡിവൈഡ്സ് ഷെയർ ക്യാപിറ്റൽ ഇൻറ്റു ഷെയർസ് ഓഫ് rupees 10 ഈച്ച്. അപ്പം ആ 10 രൂപ വാല്യൂള്ള ഷെയറിനെ എത്രയാക്കി മാറ്റുന്നു? 10 എന്ന് പറയുന്ന ലാർജർ ഡിനോമിനേഷനെ 10 എന്ന് പറയുന്ന സ്മാളർ ഡിനോമിനേഷനാക്കി മാറ്റി. അപ്പം 5000 ഷെയർ എന്നുള്ളത് എത്രയായിട്ട് മാറുന്നു? ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ടു ബി ഇഷ്യൂഡ് എത്രയായിട്ട് മാറുന്നു? 10,000 ആയിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അതാണ് എന്തെന്ന് പറയുക? സബ് ഡിവിഷൻ ഓഫ് ഷെയർ. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ നിരന്തരം ചോദിക്കുന്ന, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ സബ് ഡിവിഷൻ ഓഫ് ഷെയർ. ഓക്കെ, then next, what do you mean by consolidation of shares? Then consolidation of share, it is the just opposite of subdivision of share. Conversion of shares of smaller denomination into shares of larger denomination. സ്മാളർ ഡിനോമിനേഷനിലുള്ള ഒരു ഷെയർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ലാർജർ ഡിനോമിനേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ എന്ന് പറയുക. നേരത്തെ 10 രൂപയുടെ ഷെയർ 100 രൂപ വാല്യൂ ഉള്ള ഷെയർ 10 രൂപ വാല്യൂ ഉള്ള ഷെയറായിട്ട് മാറ്റി സബ്ഡിവിഷൻ ഓഫ് ഷെയറിൽ. എന്നാൽ ഇത് നേരെ തിരിച്ച് 10 രൂപ വാല്യൂ ഉള്ള ഷെയർ എന്താക്കി മാറ്റുന്നു? 100 രൂപ വാല്യൂ ഉള്ള ഷെയറാക്കി കൺവേർട്ട് ചെയ്യുന്നു. സ്മാളർ ഡിനോമിനേഷനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ലാർജർ ഡിനോമിനേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുക? കൺസോൾട്ടേഷൻ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് കൺസോൾട്ടേഷൻ, ദ ഷെയർ ക്യാപിറ്റൽ ഡസ് നോട്ട് ചേഞ്ച് ബട്ട് ദ നമ്പർ ഓഫ് ഷെയർസ് ഡിക്രീസസ് അക്കോർഡിംഗ്ലി. ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ എമൗണ്ട് സെയിം ആയിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യും? കുറയും. ഇവിടെ ഫേസ് വാല്യൂ ഓഫ് ഷെയർ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വാല്യൂ ഓഫ് ഷെയർ എന്ത് ചെയ്യാണ്? കൂടുകയാണ് ചെയ്യുന്നത്. കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുക? കൺസോൾട്ടേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുക. Dear students, watch and listen the lectures carefully and write the assignment question. First question is, what do you mean by subdivision of share? What do you mean by consolidation of share? What are the differences between internal reconstruction and amalgamation, internal reconstruction and external reconstruction, internal reconstruction and absorption?